Intelligence നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഇതാട്ടോ. ഇത് നല്ലൊരു ബ്രൗണിഷ് മെറൂൺ എന്ന് പറയാം. മെറൂൺ അല്ല, ബ്രൗൺ തന്നെയാണ്, നല്ല ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡ്, ബ്രൗൺ ഷെയ്ഡ്. അപ്പോൾ ഇത് കുറേ നാൾ കൂടിയാണ് നമ്മൾ ഈ വർക്കുള്ളത് കുറച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ആ ഒരു വർക്കുള്ള ഇപ്പോൾ എടുക്കുന്നുള്ളൂ. കാരണം കുറേ നാളിങ്ങനെ വർക്ക് ചെയ്തിട്ട് നമ്മളിത് മടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് കണ്ടിട്ട് എടുക്കാതിരിക്കാൻ പറ്റിയില്ല. കാരണം അത്രയും നല്ല കളേഴ്സിൽ ഭയങ്കരമായിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നൊരു ഡിസൈൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ്. ഇതാണ് ഫ്രണ്ട് പോർഷൻ്റെ ഡിസൈൻ വരുന്നത്. കളറുകളും ഒരു രക്ഷയും കേട്ടോ, എല്ലാം നല്ല ഷെയ്ഡ്സാണ്. ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ് കേട്ടോ. മെറൂണും അല്ല ബ്രൗണും അല്ല, അത് രണ്ടും കൂടെ ചേർന്നിട്ടൊരു ഷെയ്ഡ്, നല്ല ഡാർക്കായിട്ട് നിൽക്കും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഇതിൻ്റെ അകത്ത് മിയ ഏതാണ്ട് ഇട്ടിരുന്ന ഒരു ഏകദേശം കളറായത്. അപ്പോൾ അന്ന് ഭയങ്കരമായിട്ട് ട്രെൻഡായിരുന്നൊരു കളറാണ്. അപ്പോൾ കുറച്ച് നാൾ കൂടിയിട്ട് വരുമ്പോഴത്തേനും അതിന് പ്രത്യേക ഒരു എടുപ്പ് കൂടുതൽ വരും. അപ്പോൾ ഇതാണ് ദുപ്പട്ടയ്ക്കകത്തെ വർക്ക്. ദുപ്പട്ടയ്ക്കകത്ത് ഇങ്ങനെ സ്കാലപ്പ് ബോർഡർ ആട്ടോ. സ്കാലപ്പിൽ തന്നെ ഹാൻഡ് വർക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്തേക്കുന്ന ഒരു ഐറ്റം. ഇതുപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അത് നിങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, നേരിട്ട് കാണണം. ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡിലോട്ട് ആൻറ്റിക്കിൻ്റെ ബീഡ്സ് അങ്ങനെ അത്രയും നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത്. എല്ലാ ഷെയ്ഡ്സും നല്ല കേട്ടോ. ഇത് സെമി സിൽക്കിൻ്റെ തന്നെ നല്ല ഫാബ്രിക്കാണ്. നമ്മൾ ഇത്ര നാൾ വന്നുകൊണ്ടിരുന്നേക്കാളും കുറച്ച് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് മെറ്റീരിയലും കാര്യങ്ങളും ആ വർക്കും ഒക്കെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ, സാറ്റിൻ സിൽക്കിൽ തന്നെ കൂടിയ ഫാബ്രിക് അതിലും വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ Y351, റേറ്റും റീസണബിൾ ആട്ടോ. 1390 മാത്രമേ ഉള്ളൂ. 1396. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ബോട്ടിൽ ഗ്രീൻ്റെ തന്നെ നല്ല ഡാർക്കായിട്ട് നിൽക്കുന്ന ഷെയ്ഡ്. പിന്നെ അതിൻ്റെ ആ ഒരു വർക്കിൻ്റെ ഭംഗിയും കൂടെ കാണും കേട്ടോ. ഇതൊന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല, അത്രയും രസമാണ് ഇത് കാണാനായിട്ട്. പിന്നെ ചിലരുടെ ഫോണിൽ ഇതിങ്ങനെ ചെറിയ ഡബിൾ ടോൺ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലരുടെ ഫോണിൽ കുറച്ച് ലൈറ്റോ ഡാർക്കോ അങ്ങനെ മാറി മാറിയായിരിക്കും കാണിക്കുന്നത്. എന്തായാലും നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അതിൻ്റെ എല്ലാ ഷെയ്ഡ്സും എടുക്കാൻ നമുക്ക് തോന്നും. അത്രയും നല്ല കളേഴ്സായാലും നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. മെറ്റീരിയലും പുതിയ മെറ്റീരിയലാണ്, സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് ഫാബ്രിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ബോട്ടം സാറ്റിൻ സിൽക്കിൽ സെയിം കളർ. നമ്പർ വരുന്നത് Y350, റേറ്റ് സെയിം 1390. അത് നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. ഇത് എനിക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല, അത്ര രസമായിട്ട് ഇതിൻ്റെ കളറെല്ലാം കാണാനായിട്ട്. എല്ലാത്തിലും ചെറിയ ഡബിൾ ടോണൂടെ വരുന്നുണ്ട്. പിന്നെ മെറ്റീരിയലിൻ്റെ ഒരു ഭംഗിയുണ്ട്. നമ്മൾ നേരത്തെ ഈ ഒരു മോഡലൊക്കെ വന്നിട്ടിരുന്ന വിചിത്ര സിൽക്കിലായിരുന്നു. അതിൻ്റെ തന്നെ ആ ഒരു ഭംഗി എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ഭംഗി ഈ ഒരു മെറ്റീരിയലുണ്ട്. കാരണം മെറ്റീരിയൽ പുതിയതാണ്, സിൽക്ക് പോലെ ഇരിക്കുന്നത് കാണാൻ. നമുക്ക് ആ ഒരു കൂടിയതിൻ്റെ അകത്ത് 3000 മേലോട്ടൊക്കെ വരാറുള്ള സിൽക്കിൻ്റെ ടൈപ്പ് ടച്ചാണ് ഈ ഒരു മെറ്റീരിയലിന് വരുന്നത്. എന്നാൽ റഫായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാത്ത ഫാബ്രിക്കാണ്. നല്ല ലെങ്ത്തും എല്ലാം നല്ല രീതിയിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു സെറ്റാട്ടോ. കളേഴ്സും എല്ലാം നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാവും ഏത് കളർ എടുക്കണം എന്നുള്ളത്. കാരണം ആ ഒരു കളേഴ്സിനെല്ലാം അത്രയും ഭംഗിയാണ്. നല്ല ഡാർക്ക് കളറിലാണ് ചെയ്തേക്കുന്നത്. മങ്ങിയ കളറൊന്നും ഇല്ലാട്ടോ, നല്ല ഡാർക്ക് നല്ല ഷെയ്ഡ്സാണ് എല്ലാം. പിന്നെ നമ്പർ Y353, റേറ്റ് 1390. നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് വൈൻ കളറാണ്. അപ്പോൾ ഇതും സെയിം രീതിയിൽ തന്നെയാട്ടോ വർക്ക് കൊടുത്തേക്കുന്നത്. അടിപൊളി കളർ എന്ന് പറഞ്ഞാൽ അടിപൊളി കളർ. വർക്ക് ഞാൻ ഒന്ന് അടുപ്പിച്ചിട്ട് കാണിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി ഇതിൻ്റെ അകത്ത് അങ്ങനെ കിട്ടുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അടുപ്പിച്ച് നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേന് ഈ ഒരു മെയിൻ വർക്കുകളില്ലേ അത്ര ഫിനിഷിംഗ് ആണ് കാണാനായിട്ട്. നമുക്ക് ശരിക്കും റേറ്റ് കൂടിയതിൻ്റെ അകത്തൊക്കെ വരുന്ന ആ ഒരു വർക്കിൻ്റെ ഫിനിഷിങ് അതിൽ കൊടുത്തേക്കുന്നത്. ഫുൾ കട്ട് ബീഡ്സ് ആട്ടോ. നല്ല ഡാർക്ക് ആൻറ്റിക് ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ദുപ്പട്ടയ്ക്കകത്ത് വൺ സൈഡിൽ സ്കാലപ്പ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. സെയിം ഫാബ്രിക് തന്നെയാണ്. ഷാമ്പു വാഷ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ കൊടുക്കുന്ന ലൈനിങ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ലൈനിങ് കോട്ടണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ കളറിൻ്റെ പ്രശ്നങ്ങൾ വന്നിരിക്കാം. അല്ലാതെ ഈ മെറ്റീരിയലിന് അങ്ങനെ കളർ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരില്ല. സിൽക്ക് ബേസിൽ ചെയ്തേക്കുന്നത് അല്ലേ. ഷാമ്പു വാഷ് പോസിബിളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിൽക്ക് പോലത്തെ ഫാബ്രിക്കിനൊക്കെ ബട്ടർ ക്രേപ്പിൻ്റെ ഒക്കെ മെറ്റീരിയലോ അല്ലെങ്കിൽ സാറ്റൻ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്കോ ഒക്കെ ആയിരിക്കും ലൈനിങ്ങിന് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. നമ്പർ Y352, റേറ്റ് 1390.